ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റിൻ്റെ വേറൊരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏരിയ ആൻഡ് പെരിമീറ്റർ എന്നുള്ള ചാപ്റ്റർ തന്നെയാണ്. ഇതിനു മുൻപ് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു. അത് നിങ്ങൾ എഴുതി പരിശീലിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ ഇന്ന് ഒരു ക്വസ്റ്റ്യനും കുറച്ച് ഹോംവർക്കുമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അത് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ സ്ക്വയർ ഈസ് ഈക്വൽ ഇൻ ഏരിയ. എ സ്ക്വയർ ഈസ് ഈക്വൽ ഇൻ ഏരിയ ടു എ റെക്റ്റാങ്കിൾ. ഒരു സ്ക്വയറിൻ്റെയും ഒരു റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ തുല്യമാണെന്നാണ് പറയുന്നത്. സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തുല്യമാണ്. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്നത് ഇത് എ സ്ക്വയർ ഈസ് ഈക്വൽ ഇൻ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് 16 സെൻറ്റിമീറ്റർ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ വീതി 16 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് 9 സെൻറ്റിമീറ്റർ. അതിൻ്റെ വീതി 9 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഈ അളവ് വെച്ച് 16 സെൻറ്റിമീറ്റർ ആണ് 9 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചതുരം എന്ന് പറയും. അപ്പോൾ ഇതൊരു ചതുരത്തിൻ്റെ വിസ്തീർണവും അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ വിസ്തീർണവും തുല്യമാണെന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചതുരത്തിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. അപ്പോൾ ചതുരത്തിൻ്റെ നീളവും വീതിയും വെച്ച് ചതുരത്തിൻ്റെ വിസ്തീർണം കാൽക്കുലേറ്റ് ചെയ്യുക. നീളം ഗുണം വീതി L/B ആണ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ലെങ്ത് 16 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 9 സെൻറ്റിമീറ്ററും ആയതുകൊണ്ട് അത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 144 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഇനി നമുക്കോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്ക്വയറിൻ്റെ ഏരിയ ഇവിടെ എത്ര തന്നെയാണ്? 144 തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയറിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാം. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം, ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചതുരത്തിൻ്റെ വിസ്തീർണം ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്, അതായത് വശം ഗുണം വശം. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ സൈഡ് സ്ക്വയറിന് എടുക്കാം. എസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ 2 എഴുതിയാൽ എസ് സ്ക്വയർ എന്നാണ് വായിക്കേണ്ടത്. 2 എസ് ഇൻറ്റു എസ്സും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എസ് സ്ക്വയറിന് വരും. അപ്പോൾ അത് 144 നമ്മൾ കണ്ടുപിടിച്ചു. ചതുരത്തിൻ്റെ വിസ്തീർണം സമചതുരത്തിൻ്റെ വിസ്തീർണം, സ്ക്വയറിൻ്റെ വിസ്തീർണം 144. അപ്പോൾ ഒരു വശം മാത്രം കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ 144ൻ്റെ റൂട്ട് കാണണം. 144ൻ്റെ റൂട്ട് അതിന് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വേണം 144ൻ്റെ റൂട്ട് കാണാൻ. 144നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 72 കിട്ടും. 72നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി 36. 36നെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 18. ദെൻ 9നെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3s are 9. നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇത് 2 എണ്ണത്തിൽ ഓരോന്നിനെ നമ്മളിവിടെ എടുത്താൽ മതിയാകും സ്ക്വയർ മാറ്റാൻ. അതായത് ഈ സിമ്പല് സ്ക്വയർ റൂട്ട് ഓഫ് ആണ് ഇത് ഈ സിമ്പൽ സൂചിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഈ 2 ട്യൂബിൽ ഒരു ട്യൂബ് എടുക്കുക, വീണ്ടും അടുത്ത 2 ട്യൂബിൽ 1. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 കിട്ടും. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് 12 ആണ്. നമുക്കൊരു സൈഡ് കിട്ടി. നമ്മളോട് ചോദ്യത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ പെരിമീറ്റർ. പെരിമീറ്റർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പരപ്പളവ് എന്ന് പറയും. സമചതുരത്തിൻ്റെ പരപ്പളവ്. സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ സൈഡിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4 ഇൻറ്റു സൈഡ്. അപ്പോൾ 4 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 48. പിന്നിപ്പോൾ വിശദമായിട്ടുള്ളൊരു വലിയൊരു കണക്കായതുകൊണ്ട് ഞാനിത് മാത്രമേ ഇന്ന് ഇടുന്നുള്ളൂ. ഇത് നിങ്ങൾ ചെയ്യുക. ഇനി കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ മോഡല് ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. വോളിയം കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഇത് ഹോംവർക്കാണ് കേട്ടോ. എന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. L/B ഇൻറ്റു H, അതായത് നീളം ഗുണം വീതി ഗുണം വരും. അപ്പം നീളം വീതി ഉയരം ഇതിനുള്ളിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ടെല്ലാം കൂടെ ഇൻറ്റു ചെയ്ത് വോളിയം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഹോംവർക്ക് നിങ്ങൾ തനിയെ ചെയ്യുക. ഇനി വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ട് ഹോംവർക്ക്. ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 16 സെൻറ്റിമീറ്റർ. സ്ക്വയറിൻ്റെ പെരിമീറ്റർ 16 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏരിയ എന്തെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പം സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാൻ കുറച്ച് ഭാഗം മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. S ഇൻറ്റു S ഈസ് ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ. അപ്പം എസിനെ റൂട്ട് ഇട്ട് കണ്ടുപിടിക്കണം. അതായത് 4 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 16. അപ്പോൾ അവിടെ ഒരു 4 മാത്രം എടുക്കുക. എന്നിട്ട് ഇക്വേഷൻ ഉപയോഗിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾ ഈ 2 ഹോംവർക്കും ചെയ്യണം. പിന്നെ ഇത് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. കേട്ട് വീണ്ടും ഹൃദയസ്ഥാക്കണം കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ബാക്കിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. താങ്ക് യു.